Hello students. The matrices in the chapter the 7th session ആണ്. ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു തിയറമാണ്. തിയറം ഇതാണ്. For any square matrix A with a real number real entries, A plus A transpose is symmetric and A minus A transpose is a skew symmetric matrix. A ഒരു സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ A plus A transpose എപ്പോഴും ഒരു സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. അതേപോലെ A minus A transpose ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. അതിനുള്ള പ്രൂഫ് കൂടി തന്നിട്ടുണ്ട്. എപ്പോഴാണ് ഒരു മാട്രിക്സ് സിമെട്രിക് ആവുക? മാട്രിക്സ് ഈസ് സെഡ് ടു ബി സിമെട്രിക് ഇഫ് A transpose equal to A ആവുമ്പോഴാണ്. A transpose equal to A ആണെങ്കിൽ A is said to be symmetric. B ഒരു സിമെട്രിക് മാട്രിക്സ് ആവണമെങ്കിൽ B transpose equal to B ആവണം. Now let B equal to A plus A transpose. But B transpose equal to A plus A transpose whole transpose. And we know that A plus B transpose equal to A transpose plus B transpose by the properties of transposes. Now here B transpose equal to A plus A transpose whole transpose. It's equal to A transpose plus A transpose transpose. It's equal to A transpose plus A because A transpose transpose equal to A. അതും ഒരു പ്രോപ്പർട്ടിയാണ് ട്രാൻസ്പോസിന്റെ. And matrix addition is commutative. Therefore A transpose plus A equal to A plus A transpose. But A plus A transpose is B itself. That is B transpose equal to B. That is B is symmetric. But B is A plus A transpose. Hence A plus A transpose is symmetric. ഒന്നുകൂടി പറയാം. If A is any square matrix, A plus A transpose, sum of that matrix with its transpose is a symmetric matrix. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് അത് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 2x2 മാട്രിക്സ് എടുക്കുക, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക, ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിമെട്രിക് മാട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മാട്രിക്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ തന്നെ ആയിരിക്കും ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ തന്നെ ആയിരിക്കും സെക്കൻഡ് കോളം, തേർഡ് റോ തന്നെ ആയിരിക്കും തേർഡ് കോളം. ദാറ്റ് ഈസ് ഇറ്റ് ട്രാൻസ്പോസ് ഇസ് ദാറ്റ് മാട്രിക്സ് ഇറ്റ്സെൽഫ്. Now A minus A transpose skew symmetric ആണെന്ന് പ്രൂവ് ചെയ്യാം. For that let C equal to A minus A transpose. ഒരു മാട്രിക്സ് എപ്പോഴാണ് സ്ക്യൂ സിമെട്രിക് ആവുക? A transpose equal to minus A വരുമ്പോഴാണ് A എന്ന മാട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആവുക. അപ്പോൾ C എന്ന മാട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ C transpose equal to minus C വരണം. നോക്കാം. C transpose equal to A minus A transpose whole transpose equal to A transpose minus A. രണ്ടിനും ട്രാൻസ്പോസ് കൊടുക്കുക. And A transpose transpose equal to A. That is equal to minus നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. മൈനസ് ഔട്ട്സൈഡ് എടുത്താൽ എന്ത് വരും? മൈനസ് ഓഫ് A minus A transpose. That is equal to minus C. അപ്പോൾ എന്ത് കിട്ടി? C transpose equal to minus C. Hence C is a skew symmetric matrix. C is A minus A transpose. That is A minus A transpose is a skew symmetric matrix. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിസൾട്ട് ആണ്. If A is any square matrix, A plus A transpose is symmetric and A minus A transpose is skew symmetric. ഇതിൽ നമുക്ക് മറ്റൊരു റിസൾട്ടിലേക്ക് എത്താം. റിസൾട്ട് ഇതാണ് ഒരു തിയറം. Any square matrix can be expressed as sum of a symmetric and a skew symmetric matrix. Any square matrix can be expressed as the sum of a symmetric and a skew symmetric matrix. Let A be the square matrix. ഒരു സ്ക്വയർ മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. ഏത് സ്ക്വയർ മാട്രിക്സ്? 2x2 or 3x3 anything. അപ്പോൾ A എന്ന മാട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? A എന്ന മാട്രിക്സിനെ ഹാഫ് ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഒന്ന് ജസ്റ്റ് നോക്കുക. half into A plus A transpose. അവിടെ half A
പിന്നെ വീണ്ടും ഹാഫ് എ, ദാറ്റ് ഈസ് എ. ഇവിടെ ഹാഫ് എ ട്രാൻസ്പോസ് മൈനസ് ഹാഫ് എ ട്രാൻസ്പോസ്, അപ്പോൾ അത് ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഹാഫ് എ പ്ലസ് ഹാഫ് എ ഈക്വൽ ടു എ. പക്ഷെ ആദ്യം വരുന്നത് ഒരു സിമെട്രിക് മാട്രിക്സും രണ്ടാമത് വരുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സും ആണ്. നമുക്ക് വേണമെങ്കിൽ എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. where P equal to half into A plus A transpose which is symmetric. A plus A transpose symmetric ആണെന്ന് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ P എന്നുള്ളത് അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സിമെട്രി പോകുന്നില്ല, അത് സിമെട്രിക് തന്നെയായിരിക്കും. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് അതിനെ നമുക്ക് ക്യൂ ആയിട്ട് എടുക്കാം, അത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് സ്ക്വയർ മാട്രിക്സിനെയും P പ്ലസ് ക്യൂ എന്ന രീതിയിൽ എഴുതാം. അവിടെ P സിമെട്രിക്കും ക്യൂ സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Express the matrix A as the sum of a symmetric and a skew symmetric matrix. A is the matrix 4 minus 2 6 8. ഞാൻ നേരത്തെ പറഞ്ഞു A equal to P plus Q എന്ന രീതിയിൽ എഴുതുക. P എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസും Q എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും ആണ്. ഫോർ ദാറ്റ് ഫസ്റ്റ് വി റൈറ്റ് എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു, it's clear, 4 6 minus 2 8. Now P equal to half into A plus A transpose, that's equal to half into, ഇത് just add ചെയ്യുക, 8 4 4 16, it's equal to 4 2 2 8. നോക്കിയേ P 4 2 2 8 ഇത് സിമെട്രിക് ആണ്, കാരണം ഫസ്റ്റ് റോ തന്നെയാണ് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ തന്നെയാണ് സെക്കൻഡ് കോളം. അതായത് ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇതേ മാട്രിക്സ് കിട്ടും. അതുകൊണ്ട് P സിമെട്രിക് ആണ്. ഇനി Q എന്ത് വരും? Q ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. Q ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് 4 minus 4 0. minus 2 minus 6 minus 8, 6 minus minus 2 8, 8 minus 8 0. Clearly it is a skew symmetric matrix. First row inde negative ആണ് first column, second row യുടെ negative ആണ് second column. മാത്രമല്ല skew symmetric matrix ന്റെ diagonal elements എപ്പോഴും 0 ആയിരിക്കും, because ഇത് simultaneous ആയിട്ട് ഫസ്റ്റ് റോയിലെ എലമെന്റും ആണ് ഫസ്റ്റ് കോളത്തിലെ എലമെന്റും ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയുടെ നെഗറ്റീവ് ഫസ്റ്റ് കോളം വരേണ്ടി വരുമ്പോൾ ഇത് 0 മാത്രമേ ഇവിടെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആയിരിക്കും, വിച്ച് ഈസ് സ്ക്യൂ സിമെട്രിക്. മാത്രമല്ല P പ്ലസ് ക്യൂ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. 4 പ്ലസ് 0 is 4, 2 minus 2 plus minus 4 minus 2, 2 plus 4 6, 8 plus 0 8. അതായത് P പ്ലസ് ക്യൂ എ ആണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്തത് എ എന്ന മാട്രിക്സിനെ രണ്ട് മാട്രിക്സിന്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. അതിലൊന്ന് സിമെട്രിക്കും മറ്റേത് സ്ക്യൂ സിമെട്രിക് മാട്രിക്സും ആണ്. ഈ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ മാട്രിക്സ് ബി ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. പ്രോസസ്സ് സെയിം ആണ്. ബി ട്രാൻസ്പോസ് എടുക്കുന്നു. ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ്, ഹാഫ് ഇൻറ്റു ദിസ് ഈക്വൽ ടു ദിസ്. ബി ഡാഷ് ഈക്വൽ ടു പി, അത് പി സിമെട്രിക് ആണെന്ന് കാണിക്കാൻ വേണ്ടി തരുന്നതാണ്. പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ഡാഷ് ഈസ് എ സിമെട്രിക് മാട്രിക്സ്. Q ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്, അത് ഇത്രയും വരും. അത് ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. നോക്കുക, ഫസ്റ്റ് റോയുടെ നെഗറ്റീവ് ആണ് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയുടെ നെഗറ്റീവ് ആണ് സെക്കൻഡ് കോളം, തേർഡ് റോയുടെ നെഗറ്റീവ് ആണ് തേർഡ് കോളം. ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 ആണ്. അതായത് Q ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. P പ്ലസ് ക്യൂ ആഡ് ചെയ്താൽ നമുക്ക് B തന്നെ കിട്ടും. അതായത് B ഈസ് റെപ്രസെന്റഡ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ഹോംവർക്ക് ആയിട്ട്. ഫോർ ദി മാട്രിക്സ് എ, വെരിഫൈ ദാറ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്, എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് സ്ക്യൂ സിമെട്രിക്.
ജസ്റ്റ് വെരിഫൈ ചെയ്യാനേ ഉള്ളൂ. എ ട്രാൻസ്പോസ് എഴുതുക, ആഡ് ചെയ്യുക, അത് സിമെട്രിക് മാട്രിക്സ് ആണെന്ന് കാണിക്കുക. എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണെന്ന് കാണിക്കുക. ഫൈൻഡ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആൻഡ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. എ തന്നിട്ടുണ്ട്. Express the following matrices as the sum of a symmetric and a skew symmetric matrix. 4 ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടി ഒന്ന് ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്.